യോ ഗൈസ്, സൈക്കിളൊക്കെ എടുത്തൊന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് നിങ്ങളോട് ചെറിയൊരു കാര്യം പങ്കുവെക്കണം എന്ന് തോന്നി. സോ ബേസിക്കലി നമ്മളിപ്പോൾ യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറക്കുമ്പോൾ നമ്മളെ ഫീഡിലോട്ട് ആദ്യം തന്നെ വരുന്നത് ഞാൻ ഇന്ന് ഇവരെ റിയാക്ട് ചെയ്യുന്നു, അവരെ റിയാക്ട് ചെയ്യുന്നു, ഇവരെന്നെ റിയാക്ട് ചെയ്തു, അത് ഞാൻ തിരിച്ചു ചെയ്യുന്നു, ഇവർ പറഞ്ഞത് ശരിയാണോ എന്നുള്ള റിയാക്ട് വീഡിയോ എല്ലാം കാണുമ്പോണ്ടല്ലോ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന ഒരു ചെറിയ കുട്ടീൻ്റെ കഥയാണ്. വിവരമുള്ളവരും ഇല്ലാത്തവരും എല്ലാം ചില വാക്കുകൾ ഉപയോഗിച്ച് സമയം ചിലവഴിക്കാൻ കണ്ടെത്തുന്ന ഒരു വഴിയായിട്ട് അല്ലെങ്കിൽ ഒരു മാർഗമായിട്ടാണ് എനിക്കിതെല്ലാം തോന്നുന്നത്. ചില ആൾക്കാർ വന്നിട്ട് പറയുന്നു ഞാൻ പറയുന്നതാണ് ശരി, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയുന്നു. മറ്റു ചില ആൾക്കാരാകട്ടെ അതല്ല, ഞാൻ പറയുന്നതാണ് ശരി, ഇവൻ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞാൽ അതിന് റിയാക്ട് വീഡിയോ ഇട്ടിട്ട് വരുന്നു. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന നമ്മളെ പോലത്തെ സാധാരണക്കാരാകട്ടെ ഏതാണ് ശരി, ആര് പറയുന്നതാണ് ശരി, ഏതാണ് നല്ലത് എന്ന് തിരിച്ചറിയാൻ പറ്റാതെ അന്താളിച്ച് നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ എനിക്ക് ബേസിക്കലി ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളൂ. നമുക്ക് ജീവിതത്തിൽ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഈ നല്ല കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അടി കൂടുന്നതും വെല്ലുവിളിക്കുന്നതെല്ലാം കണ്ട് നമ്മളെ സമയം ചെലവഴിക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഇത്രയും കാലത്തിനിടയിൽ എൻ്റെ ഈ ചെറിയ വയസ്സിൽ തന്നെ ഞാൻ പല ആൾക്കാരും പറയുന്നത് കേട്ടു പഠിച്ചൊരു സംഭവമാണ്, രണ്ട് കൈയും കൂട്ടി മുട്ടിയാൽ മാത്രമേ ഒച്ച ഉണ്ടാവുകയുള്ളൂ. അതുതന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. ഒരാളിപ്പോൾ വീഡിയോ ഇടുകയാണെങ്കിൽ വേറൊരു കൂട്ടം ജനങ്ങൾ അത് ശരിയല്ല, ഇതാണ് ശരിയെന്ന് പറഞ്ഞാൽ അതിന് റിയാക്ട് വീഡിയോ ഇടുമ്പോൾ മറ്റേ ആൾ എന്താകുന്നു, അതിന് മറിച്ച് റിയാക്ട് ഇടുന്നു. അപ്പൊ അയാൾ വീഡിയോ ഇടാനായി ഒരു കൂട്ടം ജനങ്ങൾ വീണ്ടും റിയാക്ട് വീഡിയോനായി കാത്തു നിൽക്കുന്നു. ഇതേപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യമായ അടി ഉണ്ടാവുന്നു, തർക്കം ഉണ്ടാവുന്നു, വെല്ലുവിളി ഉണ്ടാവുന്നു, ചില സാഹചര്യങ്ങളിൽ കൊലപാതകങ്ങൾ വരെ എത്തി നിൽക്കുന്നു. അപ്പൊ ഇവിടെ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, വീഡിയോ ഇടുന്ന ഒരു വീഡിയോ ഇട്ടോട്ടെ, അതിനെ നമ്മൾ റിയാക്ട് ചെയ്യാണ്ട് നിൽക്കുമ്പോൾ അവിടെ ആ പ്രശ്നം തീർന്നു കഴിഞ്ഞു. അത്ര എനിക്ക് ബേസിക്കലി നിങ്ങളോട് പറയാനുള്ളൂ. പിന്നെ മതത്തിന്റെ കാര്യത്തിലായാലും ഇപ്പൊ പല ആൾക്കാരും ഈ വർഗീയതയൊക്കെ വെച്ച് പുലർത്തുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ, നമ്മളെ മതത്തിലാകട്ടെ ഒരു വ്യവസ്ഥ ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. ഇങ്ങനെയല്ല ഓരോ മതങ്ങളും സമാധാനവും ശാന്തി ഇതെല്ലാം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ പരസ്പരം മതത്തിന്റെ പേര് പറഞ്ഞ് വർഗീയതയും വെറുപ്പും വിദ്വേഷവും കൊലപാതകവും ഇതെല്ലാം നമ്മൾ എന്തിനാണ് സമൂഹത്തിലോട്ട് പടർത്തി വിടുന്നത് ഗൈസ്? അപ്പോൾ ബേസിക്കലി നമ്മളെല്ലാവരും ഒരു കാര്യം ഓർമ്മിക്കണം, നമുക്ക് ആകെ ഈ ലോകത്ത് ഒരു ലൈഫേ ഉള്ളൂ ഗൈസ്. ദൈവം നമുക്ക് ഈ നല്ലൊരു ലൈഫ് നമ്മൾ വെറുതെ മറ്റുള്ളവരോട് തർക്കിച്ച് വെറുതെ അടിയും കുത്തും കൊലയെല്ലാം ഉണ്ടായി നശിപ്പിച്ച് കളയാനല്ല. അപ്പോൾ കിട്ടിയ ജീവിതം നമ്മൾ നല്ല കാര്യം ചെയ്യുക, എൻജോയ് ആക്കുക, ലൈഫ് ഫുൾ മീനിങ് ഫുൾ ആക്കുക. അപ്പോൾ ഇതന്നെ പറയാനുള്ളൂ. എൻ്റെ ഒച്ച ചെറുതായിട്ടൊന്ന് അടഞ്ഞു പോയി ഗൈസ്, ജലദോഷമൊക്കെ പിടിച്ചു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.